എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ സിനിമ ഈ 21-ാം തീയതി റിലീസാകാനായിട്ട് ഫെൻറ്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. ഇത് ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു പടമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ഒരു കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ YV രാജേഷ്, ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഓൾ ഗെറ്റ് ടുഗെദർ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഈസ് ദ റീസൺ ഓഫ് ചൂസിങ് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇറ്റ് റെഡ് ദാറ്റ് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണമായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജെന്വിൻ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തില്ല. അവർ പിന്നീട് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നില്ലേ എന്ന്. ആൻഡ് ദാറ്റ് വാസ് സംതിങ്, എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, അച്ഛൻ, അമ്മ, കുടുംബം, ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേപ്പടിയാൻ, മാളികപ്പുറം, ഷഫീഖിന് സന്തോഷം, ഈ ജയ് ഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, സജീവിന് ഫീൽ ചെയ്തു, അതിൽ കൂടെ ഇരിക്കുന്ന എനിക്കില്ല പിന്നെ എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളും ഈ ഒരു സിനിമയുടെ വലിപ്പം ബഡ്ജറ്റിലല്ല, ഐഡിയയിലാണ്, കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത്. ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് ഇറ്റ് ബേബിയിലൂടെയാണ് നമ്മൾ പങ്കുവച്ചേക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ദിസ് ദ ഹോൾ ഐഡിയ. ഫീഡ്ബാക്കും ഗംഭീരമാണ്. ഇനിയും സിനിമ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം. ആൻഡ് സോ ദാറ്റ് നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതിൽ. വിനയ് ഗോവിന്ദ് പറഞ്ഞതുപോലെ ഫെബ്രുവരി 21 റിലീസായി ഗെറ്റ്സ് ഇറ്റ് ബേബി. നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നത്. കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സും ഒക്കെ പോയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു. സ്ത്രീകൾ, പറയുന്ന കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം, അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒരുപാട് പടങ്ങളുടെ പ്രൊമോഷന് നിങ്ങളെപ്പോലെ അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിലുപരിയായിട്ട് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടം ഉണ്ണി മൂന്നിൻ്റെ കൂടെ ചേർന്ന് ചെയ്തതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട്. ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഉണ്ണി പറഞ്ഞതിനെ ആഡ് ചെയ്ത് പറയുകയാണ്, അച്ഛൻ, അമ്മ, കുടുംബം, ഈ വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് ഗെറ്റ്സ് ഇറ്റ് ബേബി. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം. മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ് ഗെറ്റ്സ് ഇറ്റ് ബേബി. അപ്പോൾ അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ഈ സിനിമ എഴുതി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൻ്റെ സ്റ്റേജിൽ ഇതിന് നമുക്കൊരു ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇതിൻ്റെ ഫോർമറ്റീവ് സ്റ്റേജിൽ ഒരു സമയത്ത് വൈവി രാജേഷ് പുള്ളി ഉണ്ണിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു ഇമോഷണൽ കോറ് മനസ്സിലാക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ണീനെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിലുണ്ടായ സന്തോഷം അതായിരുന്നു. പിന്നെ ഉണ്ണി നിഖിലയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷനായിരുന്നു. ഞാനിവരുടെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് നിന്ന് സംസാരിക്കുന്ന ഒരു റീൽ വൈറലായത്. പിന്നെ നിഖിലിനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ശേഷം നിഖിലയോട് സംസാരിച്ചു, നിഖിലേക്കും കഥ വർക്കൗട്ടായി, അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യമായിട്ട് ഇവർ രണ്ടുപേരോടും കഥ പറയുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ, എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ്? ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും IVF-നെ പറ്റിയിട്ടും സെറോഗസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മളുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു രസച്ചരട് മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അതിൻ്റെ പാർട്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു, നിഖിലയുടെ സജഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ, ഒരു ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് മാറിയത്. മുഖഭാവം ചോദിച്ചാൽ എനിക്കറിയില്ല. മാർക്കോ പോലെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിച്ച ഒരു ചിത്രം ചെയ്തതിന് ശേഷമാണ് ബേബിയിലേക്ക് വരുന്നത്. അപ്പൊ മാർക്കോ കണ്ടവർക്കറിയാം ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അത്രയും വയലന്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഈ ഒരു ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അർത്ഥത്തിലേക്ക് തോന്നിയ ചിത്രമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഇച്ചിരി കൂടെ ലൗകിങ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പം പിന്നീട് ഒരു പീക്ക് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ്. ബ്രദർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ. ഷൂട്ടിംഗ് ആസ് പെർ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ വർക്ക് നടക്കണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എ ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാനിനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സെഡ് ആൻഡ് ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുടെ കോർ എസെൻസിലാണ്. ദാറ്റ് ഈസ് സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്റ്റ് ആവുന്ന കഥകൾ ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് 2 പേർക്ക് ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് എ ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീലിൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. ദാറ്റ് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെൻ്ററി ഹൈ ആണ്.
അഡ്രിനലിൻ അടിക്കില്ലേ, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവ്. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഗെറ്റ്സ് എ ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ്, മ്യൂസിക്, സ്വാഗ്, ഇത് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം. ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ. ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ധയെന്ന്. ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു A സർട്ടിഫൈഡ് സെഗ്മെൻറ്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ്, ദാറ്റ് ഈസ് ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു കൊലാബറേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരു നല്ല സിനിമ. ജീവിതത്തിലെ ഭൂരിഭാഗം ടൈമിലും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ഓവറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഉണ്ണിമൂന്തനെ വെച്ച് ആദ്യം? തീർച്ചയായിട്ടും മോഹൻലാൽ സാറിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ പടം തുടങ്ങിയത്. പിന്നെ ഉണ്ണിമൂന്തൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു 12-13 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പടം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. ലാൽ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഉണ്ണിമൂന്തനായിട്ടൊരു പടം ചെയ്തു. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഈ മുഖഭാവം ചോദിച്ച ആൾക്കൊരു മറുപടി ഞാൻ പറയാം. കാരണം ഉണ്ണിമൂന്തൻ ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ നിഷ്കളങ്കതയ്ക്കൊരു വിലയുണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ണി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കില്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ. കാരണം അയാൾക്ക് അതിൻ്റെ പല കാര്യങ്ങളും അറിയില്ല എന്ന യാഥാർത്ഥ്യം ഞാനിവിടെ തുറന്നു പറയുന്നു എല്ലാവരുടെ അടുത്തും. ഓക്കെ, ഇപ്പോഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത്. ഒരു ബാച്ചിലറിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അത്. ഒരുപാട് മൂവീസ് അമ്മ അങ്ങനെ ഈ ജനുവരി തന്നെ കുഞ്ഞുങ്ങളുടെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുന്ന ഒരു മൂമെൻ്റ്, അപ്പോൾ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു ആ സിനിമയിലേക്ക് എത്തിയ ഒരു മൂമെൻറ്റ് എന്താണ്, അതിലേക്ക് എത്താനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സിനിമ കൊണ്ടുവരണം? നമ്മൾ കേൾക്കുമ്പോൾ ചില കഥകൾ നമുക്ക് പറയണമെന്ന് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് 2020 കൊറോണയുടെ ഒക്കെ പ്രീ സമയത്ത് ഈ കഥയെ പറ്റി ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോർമേറ്റീവ് സമയത്ത് ഞാനും ഒരു അച്ഛനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ മോളും ഉണ്ടായത് ഈ കൊറോണ പീരീഡിലാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിലൂടെ പോകുന്ന എനിക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ എൻറ്റയർ പ്രോസസ്സ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈവൻ എൻ്റെ കൊച്ചിൻ്റെ ബർത്തിൻ്റെ സമയത്ത് പോലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സ്ത്രീ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇൻവോൾവ് ആണ് ഒരു പ്രഗ്നൻസി എന്നുള്ള ഒരു ഡെലിവറി സമയത്ത്. അത് ഞാൻ അകത്ത് നിന്ന് കണ്ടപ്പോഴാണ് ഒരുപാട് നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും ഒരുപാട് സ്ത്രീകളുടെ ഒരു ഭയങ്കരമായ ഫോഴ്സ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ നമ്മൾ കണ്ടു, അവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല, ഒരുപാട് പേർക്ക് ഇത് കാണാനുള്ള അല്ലെങ്കിൽ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. അപ്പോൾ അത് അവരിലേക്കും കൂടി എത്തിക്കുക ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. എപ്പോഴും ആൾക്കാർക്ക് ചോദിക്കാം എന്താ കുട്ടി ഉണ്ടായില്ല എന്നുള്ളത്, പക്ഷെ അതിൻ്റെ ഈ കുട്ടി ഉണ്ടാവുന്നതും അതിൻ്റെ കൂടെയുള്ള മെൻ്റൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ഓൾ സ്ട്രഗിൾസ് ഇതെല്ലാം നമ്മൾ എന്താണെന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു പോയിൻ്റാണ്. അതോടുകൂടി ഇതിൻ്റെ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ടാബു, ഈ ഒരു ചോദ്യം കുറയുമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസപ്പെടുമെങ്കിൽ നല്ലതാണ്.
പിന്നെ ആളുകൾക്ക് ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളുണ്ടാവാൻ നമ്മൾ അറിയുന്നതും നല്ലതാണ്. എല്ലാവർക്കും ഒരു പക്ഷേ IVF-ൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയുന്നില്ലായിരിക്കാം. സറോഗസിൻ്റെ സാധ്യതകളെ കുറിച്ച് റെഗുലേറ്റഡ് സറോഗസിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ റെഗുലേറ്റഡ് സറോഗസിയുടെ സാധ്യതകളുണ്ട്, അഡോപ്ഷൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഒരു സമൂഹത്തിൽ ചർച്ചയാവാൻ പ്രാപ്തമായ വിഷയമാണെന്ന് തോന്നിയതിൻ്റെ പുറത്താണ് ഇത് നമ്മൾ ചെയ്യാം എന്ന് ചെയ്തത്.